പല ചേഞ്ചസും ക്യാൻസർ സെൽസിൽ വരും. അതിൻ്റെ DNA പല പ്രോബ്ലംസ് വരും, പല ചേഞ്ചസ് വരും, മ്യൂട്ടേഷൻസ് വരും. അപ്പോൾ ക്യാൻസർ സെൽസ് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് തന്നെ ഗ്രോത്ത് സിഗ്നൽ ഉണ്ടാക്കാൻ തുടങ്ങും. ബോഡിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് തന്നെ എനർജി ഉണ്ടാക്കും, അല്ലെങ്കിൽ എനർജി ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ ബോഡിക്ക് പറ്റില്ല. അത് ഈ സെൽസ് ഇമ്മോർട്ടലാണ്. അങ്ങനെയാണ് അത് ഒരു കൺട്രോൾ ഇല്ലാതെ ബോഡിയുടെ കൺട്രോളിൽ നിന്ന് മാറിയിട്ട് വളർന്ന് പെരുകിയിട്ട് കുറേയായി അത് അവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോയി സ്പ്രെഡ് ആവുന്നത്. വേറൊരു രീതി പറഞ്ഞാൽ കേൾക്കാത്ത കുറേ സെൽസ് ആയിട്ട് മാറുന്നത്. എപ്പോഴും ഇങ്ങനെ സംഭവിക്കാം? ഒന്ന് ഞാൻ പറഞ്ഞ ഈ ജനറ്റിക് മെക്കാനിസം ഉണ്ടല്ലോ, DNA റിപ്പയർ, DNA മ്യൂട്ടേഷൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി നമുക്ക് ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ചിലപ്പം തായ്വേരിയായിട്ട് നമുക്ക് കിട്ടും, ഫാമിലിയിലായിട്ട് ഹെറിഡിറ്ററി കിട്ടുന്ന ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്മോക്കിങ്, ആൽക്കഹോൾ, എൻവയറമെൻ്റൽ പൊല്യൂഷൻസ്, അല്ലെങ്കിൽ ചില ബാക്ടീരിയ, ചില വൈറസ്, ഇവയൊക്കെ നമ്മുടെ DNA പ്രോബ്ലംസ് ഉണ്ടാക്കും, മ്യൂട്ടേഷൻസ് ഉണ്ടാക്കും. ഇത് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെൽസുകളെ ഈ പറഞ്ഞാൽ കേൾക്കാത്ത മോശം സെൽസുകളാക്കി മാറ്റും. അപ്പോൾ ആ സെൽസ് ബോഡിയുടെ എല്ലാ കൺട്രോളിൽ നിന്നും വിട്ടിട്ട് സ്വന്തമായിട്ട് പെരുകി ക്യാൻസറായി മാറും. അത് പിന്നെ സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ക്യാൻസർ ഉണ്ടാകുന്നത്.